ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. ഞാനിന്നിവിടെ മോനിക്ക് വേണ്ടിയിട്ടൊരു ഡയറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഓട്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓട്സും ചിയ സീഡും നട്ട്സും ബദാമും ഇതെല്ലാം ഇട്ട് നൈറ്റിൽ തന്നെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും, ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ പിന്നെ എടുത്ത് ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തയക്കുന്നത്. പിന്നെ മുട്ടയും പഴം, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയും കുക്കുംബറും. ഇതാണ് ഇന്ന് മോന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. ഞാനും ഇന്ന് ഓട്സ് തന്നെയാണ് കഴിച്ചത് കേട്ടോ. ഞാൻ ഓട്സ് ഉണ്ടാക്കുമ്പോൾ അത് പാലിൽ കുറച്ച് പഞ്ചസാരയും നുള്ളുപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും നട്ട്സും പിന്നെ അതുപോലെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് നമ്മൾ രാവിലെ ഇത് കഴിക്കാറുണ്ട്. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇത് എന്നും ഡെയിലി അങ്ങനെ കഴിക്കാറൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്ത ദിവസമൊക്കെ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴിക്കും. 2-3 ദിവസമൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ മടിയാവും ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ കഴിക്കാനും മടിയാണ്. അല്ലെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്കത് ഡെയിലി കഴിക്കണമെങ്കിൽ ശരീരത്തിനൊക്കെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഓട്സൊക്കെ കഴിക്കണമെങ്കിൽ ഏറ്റവും നല്ല സാധനമാണ്. പക്ഷെ അത് ഇങ്ങനെ കഴിക്കാനൊക്കെ ഒരു മടിയാണ്. എല്ലാ ദിവസങ്ങളിലും കഴിച്ചില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ഇന്നലെ തലേദിവസമായിട്ട് നമ്മൾ 4 മണിക്ക് ഒരു മസ്ക ബണ്ണ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിപ്പോൾ മസ്ക ബണ്ണ് എങ്ങനെ തയ്യാറാക്കുകയെന്ന് വെച്ചാൽ ഇതിൽ ഫ്രഷ് ക്രീം, പിന്നെ അതുപോലെ മിൽക്ക് മെയ്ഡ്, പിന്നെ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം അതും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ബണ്ണ് രണ്ട് കട്ടാക്കിയിട്ട് അതിൽ കുറച്ച് തേൻ പുരട്ടിയതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത കൂട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കും. അതിന് ശേഷം ആ ബണ്ണിനെ കട്ട് ചെയ്തിട്ട് 4 പീസാക്കി എടുക്കും. ആ 4 പീസും നമ്മളത് യോജിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ഗ്യാപ്പിലായിട്ട് ഈ മിക്സ് ചെയ്ത കൂട്ട് ഒഴിച്ച് കൊടുക്കുക.
ശേഷം നമ്മളൊരു 4 മണിക്ക് കഴിക്കാനൊക്കെ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് പഴം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് ആദ്യം ബട്ടർ മെൽറ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് പഴം ഇട്ട് കൊടുക്കുക. പഴം വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. പഴം ആ ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് നല്ല പോലെ വഴറ്റിയെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലോട്ട് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 ഏലക്കായുടെ കുരു മാത്രം ഇട്ട് കൊടുക്കുക. തൊലി കളഞ്ഞിട്ട് കുരു ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പശുമ്പാൽ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിലും ഇതുണ്ടാക്കുക കേട്ടോ. തേങ്ങാപ്പാലിലാകുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ പശുമ്പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒന്ന് വറ്റി പാലും പഴം കൂടിയിട്ടൊന്ന് വെന്ത് ഇതായി വരുമ്പോൾ കുറച്ച് കസ്റ്റേർഡ് പൗഡർ കലക്കിയിട്ട് അതും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ കുറുകി കിട്ടും. എന്നിട്ട് ഇങ്ങനെ നല്ലോണം വെന്തൊന്ന് വറ്റി വരുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തിട്ട് വറ്റിച്ച് എടുക്കണം. ഇതുപോലെ കുറുകി എടുത്ത ശേഷം അതിലേക്ക് നട്ട്സ് പൊടിച്ചതോ പൊടിയല്ലാത്തതോ നട്ട്സുകൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കപ്പലണ്ടി അങ്ങനെയുള്ള നട്ട്സുകൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അതെല്ലാം പൊടിച്ച പൊടി ആണ് ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ബദാമുണ്ട്, കപ്പലണ്ടി ഉണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, പിന്നെ വാൾനട്ട് ഉണ്ട്. അങ്ങനെ പല നട്ട്സുകളും കൂടി പൊടിച്ച പൊടിയാണ്. അത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കിണ്ണത്തിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. അതിന് മുകളിലായിട്ട് കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്ത് നമ്മളിത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പീസാക്കിയിട്ട് വേണം അങ്ങനെ കഴിക്കുക. അതല്ലെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് അധികം നേരം വെച്ചിട്ടില്ല. നമ്മളിത് ഒന്ന് സെറ്റായി എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ കഴിച്ചു. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക. അതും വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കിക്കോളെ. ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും മോനും കൂടിയിട്ട് ഞങ്ങളൊന്ന് നെക്സ്റ്റ് വരെ ഒന്ന് പോയിട്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടേ. മോനായിട്ടാണ് പോയത്, നിൽക്കാനായിട്ടല്ല, മോനായിട്ടൊന്ന് പോയത്. അപ്പോൾ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യുക, ഒന്ന് നടക്കുകയും ചെയ്യുക. അപ്പോൾ ഒന്ന് നടന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ രണ്ടാളും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നതിനൊക്കെ ശേഷം പിന്നെ നെക്സ്റ്റ് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ചായ കുടിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് പാനിപൂരി അതൊക്കെ വാങ്ങി കഴിച്ചു. പക്ഷേ പാനിപൂരി നമ്മൾ ഉണ്ടാക്കണ അത്ര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. പാനിപൂരി ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ടേസ്റ്റ് നമുക്കിതിപ്പോൾ വാങ്ങിയപ്പോൾ കിട്ടിയില്ല കേട്ടോ. എന്നാലും വാങ്ങിച്ചാലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു. കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.